ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ. ഇന്ന് പൊന്നാനി കോൾ മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പൊന്നാനി കോൾ മേഖല മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ നെല്ലറയിൽ ഒന്നാണ്. 7300 ഏക്കറിലധികം സ്ഥലത്താണ് ഇവിടെ നെൽകൃഷി ചെയ്യുന്നത്. ഇത്തവണ വിളവെടുത്ത് ആ നെല്ല് സർക്കാരിന് നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും കർഷകർക്ക് അതിൻ്റെ വില ലഭിച്ചിട്ടില്ല. അതിൻ്റെ കാരണങ്ങളായി സർക്കാർ പറയുന്നത് ഫണ്ടിൻ്റെ അപര്യാപ്തതയും കേന്ദ്രവിഹിതം കിട്ടാത്തതുമൊക്കെയാണ്. ബാങ്കിനെ സമീപിക്കുമ്പോൾ ബാങ്കുകാർക്കും പറയാൻ പല പല കാരണങ്ങൾ. എന്തുതന്നെയാണെങ്കിലും കൃഷിക്കാർ ഇവിടെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. നമുക്കൊപ്പം പൊന്നാനി കോൾ മേഖലയിലെ നെൽകർഷകരാണ് ഇപ്പോൾ ചേരുന്നത്. പതിനെട്ട് വർഷമായിട്ട് തരിച്ചു കിടന്നിരുന്ന ഭൂമിയാണിത്, പാടശേഖരമാണ്. അപ്പോൾ യുവനിര അണിനിരന്നുകൊണ്ടിട്ടാണ് ഇവിടെ കൃഷി ഇറക്കിയത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ വാഗ്ദാനങ്ങളും ഉണ്ടായിരുന്നു. വാഗ്ദാനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ നെല്ലിൻ്റെ പൈസ കിട്ടാത്തതിൽ തന്നെ ഞങ്ങൾ 2 MLA-നെയും പൊന്നാനി MLA-നെയും തവനൂർ MLA-നെയും പോയി കണ്ടിരുന്നു. അവരുടെ ഭാഗത്തുനിന്നും യാതൊരു മറുപടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നിവേദനം പോലും ഞങ്ങൾ കൊടുത്തതാണ്. പക്ഷെ അതിനെ പറ്റിയിട്ട് ഒരു മറുപടി ഇന്നുവരെ ഞങ്ങൾക്ക് ആർക്കും ലഭിച്ചിട്ടില്ല. ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ വില ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുകയാണ്. കൃഷി ഞങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും, അതായത് കൃഷി ഇറക്കുന്ന ടൈമിൽ കൃഷി ഓഫീസർമാർ വന്നിട്ട് എല്ലാവിധ പ്രോത്സാഹനങ്ങളും, നിങ്ങൾക്ക് കൂലിച്ചെലവ് മറ്റുള്ളത്, അങ്ങനെ എല്ലാ നിലപാടും അവർ പറയും. പക്ഷെ ഇതൊന്നും പ്രാബല്യത്തിൽ വരില്ല. ഞങ്ങൾ പട്ടിണി കിടന്നിട്ടായാലും ഞങ്ങൾ കൃഷി എങ്ങനെയെങ്കിലും ഇറക്കി ആ നെല്ല് അവർ കൊണ്ടുപോയി അതിന്റെ പൈസയാണ് ഇപ്പൊ ഞങ്ങൾ ഈ ചോദിക്കുന്നത്. അതാണ് ഇതുവരെ സർക്കാർ തരാത്തത്. സ്വകാര്യ മില്ലുകൾ കൊടുക്കുമ്പോൾ ഈ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു? ഒരിക്കലുമില്ല. ഞങ്ങളിൽ നിന്ന് സ്വകാര്യ കമ്പനികൾ ഇപ്രാവശ്യം വന്ന് സമീപിച്ചാണ്. അവർ 26 രൂപയ്ക്ക് ഞങ്ങളെ നെല്ല് എടുക്കാമെന്നും പറഞ്ഞതാണ്. പക്ഷെ ഞങ്ങളെല്ലാവരും സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഇവർക്കാർക്കും കൊടുത്തില്ല. ഞങ്ങൾക്ക് കൊടുത്താൽ മതിയായിരുന്നു, ഞങ്ങൾ ഈ ദുരിതത്തിൽ ഉണ്ടാവില്ല. 2 രൂപ അധികം തരും എന്നുള്ളൊരു വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിച്ചു അല്ലേ? അതിന് ഞങ്ങൾ 5 രൂപ പലിശയാണ് ഞങ്ങൾ പോണത്. 2 രൂപ അവര് കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ഈ ഇത്രയും ഫണ്ടുകൾ മേടിച്ചിട്ടുള്ളതിൽ 5-6 രൂപ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക്. അപ്പൊ അതിലും നല്ല ഞങ്ങൾക്ക് പ്രൈവറ്റ് മില്ലുകൾക്ക് കൊടുത്താൽ മതിയായിരുന്നു. ഇനി ഒരുപക്ഷെ അടുത്ത തവണ കൃഷി ഇറക്കി നല്ല വിളവ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടി വരുമോ? അതിനെപ്പറ്റി ചിന്തിക്കുക പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇറക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലല്ലോ. അപ്പൊ ഞങ്ങൾ എന്തായാലും തരിച്ചിടാനുള്ള ഒരു പരിപാടിയിലാണ്. കാരണം ഞങ്ങൾക്ക് ഇത്രയും കടങ്ങളുണ്ട്. ഈ കടങ്ങൾ തീർക്കാതെ ഞങ്ങൾ എന്തെടുത്തിട്ട് എവിടുന്ന് എടുത്തിട്ട് ഞങ്ങൾ ചെയ്യും കൃഷി ഇറക്കണമെങ്കിൽ ഒരു സംഖ്യ വേണം. ഒരു ഏക്കർക്ക് 35,000 രൂപയോളം ചെലവ് വരുന്നുണ്ട് ഞങ്ങൾക്ക്. ഒരു കർഷകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് നേരിടേണ്ട പ്രതിസന്ധികൾ കൃഷി ചെയ്യണ സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാവും. അതിനുശേഷവും തുടരുന്നത് നിങ്ങളെയൊക്കെ വ്യക്തിജീവിതത്തിൽ എത്രമാത്രം വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്? ഒരുപാട് സമ്മർദ്ദങ്ങളാണ് ഞങ്ങൾക്ക് ഇതിന്റെ ബാക്കിൽ നിന്ന്. ഞങ്ങൾക്ക് രാവിലെ എണീറ്റ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അത്രയും വലിയ കടങ്ങളാണ് ഞങ്ങൾ വരുത്തി വെച്ചിട്ടുള്ളത്. വീട്ടിലും പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം ഒന്നും നടന്നിട്ടില്ല. ഈ വർഷം ബുക്ക് എടുത്തിട്ടില്ല, യൂണിഫോം എടുത്തിട്ടില്ല. പെരുന്നാൾ ഇവിടെ കഴിഞ്ഞു. പെരുന്നാളിനൊന്നും ഞങ്ങൾ ആരും ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം സർക്കാരിനെ കൊണ്ട് ഗതിമുട്ടി നിൽക്കുകയാണ് ഞങ്ങൾ. കഴിഞ്ഞ വർഷം സർക്കാരിന്റെ വാക്ക് വിശ്വസിച്ച് നെല്ല് നൽകിയ കർഷകർ മലപ്പുറം ജില്ലയിൽ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. മാസങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും നൽകിയ നെല്ലിന്റെ പണം ലഭിച്ചിട്ടില്ല. ഇത്തവണ കൃഷി ഇറക്കേണ്ട സമയമായി തുടങ്ങി. പക്ഷേ നൽകിയ നെല്ലിന്റെ പണം കിട്ടാത്തതോടെ എന്തു ചെയ്യും എന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇവർ. എന്നോടൊപ്പം ചേരുന്നത് പൊന്നാനി കോൾ മേഖലയിലെ കർഷകരാണ്. ചേട്ടൻ എത്ര രൂപയാണ് കിട്ടാനുള്ളത്? എങ്ങനെയാണ്? എനിക്ക് 14 ലക്ഷം രൂപയോളം കിട്ടാനുണ്ട്. ഞാൻ പല ആളുടെ അടുത്തുനിന്നും കടം മേടിച്ചിട്ടും സ്വർണം പണയം വെച്ചിട്ടും പലിശക്ക് എടുത്തിട്ടാണ് ഈ കൃഷിക്ക് ഇറങ്ങിയത്. ഇപ്പൊ ഇത്രയും ഇതായിട്ട് എനിക്ക് ഈ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവര് ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ നെല്ല് നമ്മളെ നിന്ന് കൊണ്ടുപോയി അതിനൊരു രൂപ പോലും ഇതുവരെ തന്നിട്ടില്ല. ഇപ്പൊ മക്കളുടെ വിദ്യാഭ്യാസം എല്ലാം മുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പെരുന്നാൾ വന്ന് ഇതൊന്നും ഞങ്ങൾക്ക് ആഘോഷിക്കാനോ മറ്റോ ഒന്നിനും പറ്റിയിട്ടില്ല. ഈ കർഷകരുടെ ഇത്രയും ഒരു ജനദ്രോഹമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർ പറയുന്നത് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ടൊരു അറിവും കിട്ടിയിട്ടില്ല. എന്താണ് തരിക എന്നുള്ളതിനൊരു ഉറപ്പും ഇവർ തരുന്നില്ല. ഉറപ്പ് തരികയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് അതിനനുസരിച്ചൊരു പരിഹാരം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ കൊയ്ത്ത് വണ്ടിക്കാർക്ക്, അതുപോലെ ട്രാക്ടർ നെല്ല് കൊണ്ടുവന്ന ആളുകൾക്ക്, ബംഗാളികൾക്ക് അടക്കം ഞങ്ങൾ പൈസ കൊടുക്കാനാണ്. വീട്ടിലിരിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ. ഞാനും ഈ പറഞ്ഞ മാതിരി തന്നെയാണ്. നമ്മളും ലോൺ എടുത്തിട്ടും സ്വർണം പണയം വെച്ചിട്ടും വ്യക്തികളിൽ നിന്ന് കടം മേടിച്ചിട്ടുമാണ് നമ്മൾ ചെയ്തത്. എനിക്കൊരു 6 ലക്ഷം ഉറുപ്പിക എനിക്ക് കിട്ടാനുണ്ട്.
ഇത് ഈ പ്രാവശ്യം സബ്സിഡി എന്ന് പറഞ്ഞ സാധനം കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. സർക്കാരിൽ നിന്ന് യാതൊരുവിധ കാര്യങ്ങളും നമുക്ക് കിട്ടിയില്ല. വെള്ളം കയറ്റുന്ന കാര്യത്തിലാണ് ഈ പ്രാവശ്യം വെള്ളം കിട്ടാണ്ട് വലിയ പ്രതിസന്ധി ഞങ്ങൾ നേരിട്ട്. നെല്ല് കംപ്ലീറ്റ് ഉണങ്ങിപ്പോയി. ഒരു 3 ഏക്കറോളം എൻ്റെ നെല്ല് കംപ്ലീറ്റ് പോയി. പിന്നെ ഉള്ള നെല്ല് കിട്ടിയത് കൊടുത്തതിൻ്റെ കാശ് ഇതുവരെ കിട്ടിയിട്ടില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും വീട്ടിലെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയിട്ടാണ്. നമ്മൾ ഈ കാർഷിക മേഖലയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു മാർഗ്ഗമില്ലാത്ത അവസ്ഥയായി പോയി. സർക്കാരിൽ നിന്ന് ഇത്രയും പ്രതിസന്ധി ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കിലോയ്ക്ക് എത്ര രൂപയ്ക്ക് സംഭരിച്ചിരുന്നത്? 28 രൂപ 32 പൈസയായിട്ടാണ് നമ്മളിത് സപ്ലൈക്കോ നെല്ലെടുത്തിട്ടുണ്ട്. ഇതുവരെ ഞാൻ ഇന്നലും ബാങ്കിൽ പോയതാണ്. ഒരറിവ് സർക്കാരിന്റെ ഭാഗത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞു. മുമ്പ് സർക്കാർ ഈ ലോണ് ആയിട്ടല്ലേ തന്നിരുന്നത്? ബാങ്കിൽ നിന്ന് ലോണായിട്ടാണ് തന്നിരുന്നത്. അത് സപ്ലൈക്കോയ്ക്ക് സർക്കാർ സപ്ലൈക്കോ ബാങ്കിന് കൊടുക്കുമായിരുന്നു. ഇപ്പൊ അവർ പറയണത് ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടാതെ ഞങ്ങൾ പൈസ തരില്ല എന്നാണ് അവർ പറയുന്നത്. നമ്മളിപ്പോ ഈ പലിശയ്ക്ക് പണം മേടിച്ചതും സ്വർണം പണയത്തിലും ലോണും എല്ലാം കൂടി മുട്ടിക്കെടുക്കുക. എന്താ ചെയ്യാന്നൊരു പ്രതിയില്ല. ആത്മഹത്യന്റെ മാർഗമുള്ളൂ, അല്ല വേറെ മാർഗമല്ല. അടുത്ത വർഷം കൃഷി ഇറക്കാനുള്ള സമയം കൃഷി ഇറക്കി ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്തിനു കൃഷി ഇറക്കണം? തരിച്ചു കിടന്നോട്ടെ. നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാക്കാം. ഈ പാടത്ത് കംപ്ലീറ്റ് ഒന്നില്ലെങ്കിൽ നാക്കാലെ മേടിച്ചിട്ട് വളർത്തിട്ട് നമുക്ക് കാശുണ്ടാക്കാൻ വയ്ക്കുക. ഇത് നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഈ നെല്ലും കൊണ്ട് അരിയാക്കി ചോറും ഉണ്ട്. നമുക്ക് കാശില്ലാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഞങ്ങൾ രണ്ടുപേരും ചെയ്തിരുന്ന 30 ഏക്കർ പണിതിട്ടുള്ളതാണ്. നമുക്ക് 30 ഏക്കർ പണിതിട്ടുണ്ട്. അതിൽ 45,000 കിലോ നെല്ല് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഈ ചോദിക്കുമ്പോൾ ഒന്നും പറയില്ല. ഇതുവരെ വാങ്ങിച്ച് കൊടുത്തുള്ള കംപ്ലീറ്റ് കടം വാങ്ങിച്ചിട്ട് കൊടുത്തുള്ള തരും അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ തരുന്നു. കൃഷിഭവനിൽ നിന്ന് കിട്ടാനുള്ള സബ്സിഡി കിട്ടിയിട്ടില്ല. ഫുള്ള് കടം മുട്ടിയിട്ടിപ്പോ. സാധാരണ നമ്മൾ ഈ കൃഷി ഇറക്കി വിളവെടുത്ത് നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കാശ് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണുള്ളതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മാസങ്ങളായിട്ട് മുടങ്ങി കിടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് ഇപ്പോൾ ഇത് ബാധിച്ചിട്ടുള്ളത്? ഞങ്ങളുടെ ജീവിതം എല്ലാത്തിനും ബാധിച്ച്, നിത്യജീവിതം ബാധിച്ച്. പിന്നെ ഇപ്പോൾ കൊടുക്കാനുള്ള ഒരു കൊയ്ത്ത് മെഷീൻ തൊട്ടിട്ട് കൂലിപ്പണിക്കാരൻ വരെ വിളിച്ചവർക്കൊക്കെ പൈസ കൊടുക്കാനാണ്. അവരൊക്കെ നിരന്തരം വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടാനുള്ള വഴി എന്താ വെച്ചാൽ അത് ചെയ്ത് വേഗം ഈ കടത്തുനിന്ന് മോചനം നേടണം. ഇനി അടുത്ത കൃഷി ഇറക്കാറായി. ഇനിയിപ്പോൾ ഇതിന് എന്തായാലും പിന്മാറേണ്ട ഗതികേടായി. അങ്ങനെ കടം വന്നിട്ട് എന്താ ചെയ്തിട്ട് കാര്യമുള്ളത്? ഞാനുപരി പറഞ്ഞ ഒരു 10-15 ഏക്കറോളം ഞാൻ ചെയ്തിട്ടുണ്ട്. 10-15 ലക്ഷം രൂപയോളം എനിക്ക് കിട്ടാണ്ട്. നമ്മൾ അവിടെ ഇവിടെ എല്ലാ സ്ഥലത്തും കടം മേടിച്ചിട്ടും അവിടെ ഇവിടെ ബഞ്ചൊക്കെ കിട്ടുന്നത് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരു പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. സബ്സിഡിയുടെ പൈസ വെച്ചാൽ അത് ചില്ലറ പൈസ ഞങ്ങൾക്ക് എല്ലാവരും കിട്ടിയുള്ളത്. ഈ പറയുന്നതിൽ പിന്നെ കൊയ്ത്ത് മെഷീൻ വരെ കൂട്ട് വരെ എല്ലാ ആൾക്കാരും കടയിലൊക്കെ കിട്ടുന്നത്. നേരെ വെളുത്ത് നിൽക്കുന്ന അവരെ വിളിക്കില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾക്ക് നിൽക്കുന്ന ആൾക്കാർ. അത്രയും ദുരിതത്തിലപ്പോൾ ഞങ്ങളുള്ളത്. എത്ര പെട്ടെന്ന് പൈസ കിട്ടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ അടുത്തോളം കൃഷി ചെയ്യില്ല. ഞങ്ങളാരും ചെയ്യുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും തീരുമാനം എടുത്തുള്ളത്. ഈ പൈസ കിട്ടില്ല ഞങ്ങളാരും ചെയ്ത് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൽ വല്ല വെറുതെ നമ്മൾ വീട്ടിലിരിക്കില്ല നല്ലത്. ഏറ്റവും നല്ല അതാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ എന്താ പറയുന്നത്. അവർ പറയുന്നത് അവർക്ക് കിട്ടിയില്ല. അവർ കൈ മലത്താണ്. ഒരുപാട് ഞങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ട്. പിന്നെ ഓരോ സൂക്കടൊന്നും കാട്ടും കുറേ നഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ട്. എന്നാലും കൊടുത്തുള്ള പൈസ ഞങ്ങൾക്ക് കിട്ടണ്ടേ, അതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുമില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. എത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് പൈസ തരാനുള്ള ഒരു സംവിധാനം ചെയ്യണമെന്നപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏകദേശം ഒരു 25 ഏക്കറോളം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഈ കർഷകർ പറഞ്ഞ പോലെ പാട്ടത്തിന് മേടിച്ചിട്ടാണ് കൂടുതലും കൃഷി ചെയ്തിട്ടുള്ളത്. പാട്ടത്തിൻ്റെ ഭൂമി ഉടമസ്ഥർ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് പാട്ടത്തിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പുറമെ കൊയ്ത്ത് മെഷീൻ, ട്രാക്ടർ, ടില്ലർ ഇവരൊക്കെ നമ്മൾക്ക് ക്രെഡിറ്റ് വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. അവരും നിരന്തരം വിളിക്കുക. ഇത് വിളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു വിഭാഗം ആൾക്കാർക്ക് പൈസ കൊടുത്തു, ഒരു വിഭാഗം ആൾക്കാർക്ക് പൈസ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് സപ്ലൈകോയിൽ ചോദ്യം ചെയ്തപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ നെല്ലെടുത്ത ഏജന്റ് സമയബന്ധിതമായിട്ട് അതിൻ്റെ ഓർഡർ ഫോം തരാത്ത കാരണമാണ് അങ്ങനെ സംഭവിച്ചത്. ഇനിയുള്ള പൈസ എപ്പോൾ വരും എന്നുള്ളത് അവർക്ക് യാതൊരു വിധ അറിവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിലാണ് കർഷകർ. പൊന്നാനി കോൾമേഖല ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു കോൾമേഖലയാണ്. നിങ്ങൾ ഒരു ഏക്കറിൽ കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ ചെലവ് വരുന്നത്? ഏകദേശം ഒരു 35,000 രൂപയോളം ഒരു ഏക്കർക്ക് കൃഷിക്ക് ചെലവ് വരുന്നുണ്ട്. അതിലിപ്പോൾ പ്രാവശ്യം കിട്ടിയ നെല്ല് ഏകദേശം 1800 കിലോ വെച്ചിട്ടാണ് ഒരു കർഷകർക്ക് ഇല്ല. വിളവ് മോശമായിരുന്നു. വിളവ് മോശമാവാനുള്ള കാരണം എന്താ വെച്ചാൽ കൃഷി ഓഫീസിൽ നിന്നാണ് വിത്ത് കിട്ടിയിരുന്നത്. വിത്ത് ഇവർ ഇവിടുത്തെ മറ്റേ സൊസൈറ്റികളിൽ നിന്നാണ് ഉണ്ടാക്കുന്ന വിത്താന്ന് പറഞ്ഞിട്ട് പുറത്തുള്ള വിത്തുകൾ കൊടുത്തിട്ടാണ് കർഷകർക്ക് 42 രൂപ ഈ കർഷകരെ സബ്സിഡിയിൽ നിന്നാണ് പോകുന്നത്. പിന്നെ ഏക്കർക്ക് 6500 രൂപയോളം ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഫണ്ടുണ്ട്. ആ ഫണ്ടിൽ 1 രൂപ പോലും ആ പൈസയും വന്നിട്ടില്ല. അതിനെക്കുറിച്ച് ചോദ്യം അന്വേഷിക്കുമ്പോഴും പറയാൻ കഴിയുന്നത് എന്താ വെച്ചാൽ പഞ്ചായത്ത് ഫണ്ട് വന്നിട്ടില്ല എന്നുള്ളത് നോക്കണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
അറിഞ്ഞില്ലേ? ശ്രീ ബ്രഹ്മാനന്ദ് മണ്ഡൽ എന്താണ് ഞാൻ എന്താ അതില് നിങ്ങൾ കുറേം കൂടി ഈ വിഷയത്തിൽ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടാവുമല്ലോ, അതേപോലെ കൃഷി വകുപ്പിനെയൊക്കെ സമീപിച്ചു കാണുമല്ലോ, എന്താണ് അവർ ഔദ്യോഗികമായിട്ട് തരുന്നൊരു മറുപടി? ഔദ്യോഗികമായിട്ട് തരുന്ന മറുപടി നമ്മുടെ സർക്കാർ സപ്ലൈകോന് കൊടുക്കാനുള്ള ഫണ്ട് കൊടുക്കുന്ന മുറയ്ക്ക് സപ്ലൈകോ ബാങ്കിന് കൊടുക്കുന്നു, ബാങ്ക് അപ്പോൾ നമുക്ക് ഫണ്ട് തരും എന്നുള്ളതാണ് പറയുന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഉറപ്പ് ഒരു ഭാഗത്തുനിന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ബാങ്കും സപ്ലൈകോയും തമ്മിൽ ഇത്തവണ എഗ്രിമെന്റ് എഴുതാത്തതിന്റെ പ്രശ്നം അത് ബാങ്കുകൾ മറ്റ് സമയങ്ങളിലൊക്കെ തന്നെ എല്ലാ ബാങ്കുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ കാനറ ബാങ്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും മാത്രമാണ് ഇപ്പോൾ ഈ അഗ്രിമെന്റിൽ ഒപ്പുവെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. ഈ രണ്ട് ബാങ്കിനെയും കൂടി മാറ്റി നമ്മളൊരു ഡിമാൻഡ് എല്ലാ ബാങ്കുകളെയും ഇതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കർഷകർക്ക് കുറച്ചും കൂടി ഗുണകരമായിരിക്കും. ഈ നമുക്കറിയാം പൊന്നാനി കോൾ മേഖലയിലെ ഒരു പുരോഗമനത്തിന് വേണ്ടി വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് താങ്കൾ. അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ തവണ കുറെ കൂടി ഏരിയകളിൽ കൃഷി ഇറക്കാനുള്ളൊരു ഇതിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഏകദേശം എത്ര ഏക്കറിൽ കൃഷി ഇത്തവണ ഇറക്കിയിട്ടുണ്ട്? എന്താ അതിന്റെ ഒരു പൊന്നാനി കോളിൽ തൃശ്ശൂർ ജില്ലയിലും മലപ്പുറം ജില്ലയിലുമായിട്ട് ഏകദേശം ഒരു 7300ഓളം ഏക്കറിൽ ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് ഈ വർഷത്തിൽ. പക്ഷെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷി ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കി തരുന്ന സംവിധാനം ഉണ്ടായി എന്നുള്ളത് ഗുണകരമായിട്ടുള്ള ഒരു കാര്യം തന്നെ. പക്ഷേ എന്തിനാണോ നമ്മൾ ഇത് ഉണ്ടാക്കിയത്, കർഷകന് കൃഷി ചെയ്യാനും കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപാദനത്തിന്റെ ഉൽപാദന വർധനവ് ഉണ്ടാക്കിയെടുക്കുന്നതും ആ ഉൽപ്പന്നം എന്ന് പറയുന്നത് നെല്ലാണ്, നെല്ല് അരിയായിട്ട് മാറാനും വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള എന്താന്ന് വെച്ചാൽ ആ സംവിധാനങ്ങളൊക്കെ ഒരുക്കി തന്നു എന്നല്ലാതെ കർഷകന് ഇപ്പോഴും ഒരു ഗുണവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ പൊന്നാനി കോൾ മേഖലയിൽ എത്ര കോടി കിട്ടാനുണ്ടാവും ആകെ? എങ്ങനെയാണ്? ഏകദേശം 30 കോടി രൂപയോളം കർഷകർക്ക് ഇപ്പോഴും കിട്ടാനാണ്. എത്ര കർഷകർക്കായിട്ടാണ്? ഒരു 3000ഓളം കർഷകർക്കായിട്ട്. ലക്ഷങ്ങൾ മുതൽ അത് 1000 മുതൽ ലക്ഷങ്ങൾ വരെയുള്ള സംഖ്യ കർഷകർക്ക് കിട്ടാനുണ്ട്. ഇത് ഈ ഒരു കിട്ടാക്കടം അല്ലെങ്കിൽ കുടിശ്ശിക എങ്ങനെയാണ് അടുത്ത വർഷത്തെ കോളിന്റെ പ്രവർത്തനത്തെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പണം കിട്ടാതെ വരുമ്പോൾ കർഷകർ ഒരിക്കലും സമരരംഗത്തേക്ക് വരുന്ന ഒരു രീതി അവലംബിക്കുന്ന ആളുകളല്ല. പൊന്നാനി കോളിലെ കർഷകർ ഗത്യന്തരമില്ലാതെ കഴിഞ്ഞ 15-ാം തീയതി പെരുമ്പടപ്പ് എ.ഡി.എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഒരു സമരം ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു ഇടപെടൽ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കർഷകർ ഈ കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ 12 ദിവസം കഴിഞ്ഞിട്ടും ഇതിന്റെ രേഖകരമായിട്ടുള്ള ഒരു മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ തുടർച്ചയായിട്ടുള്ള ഒരു സമരങ്ങളിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആശങ്കപ്പെടുന്നത്. അടുത്ത ആഴ്ച മുതൽ ആ രീതിയിലേക്ക് പൊന്നാനി കോൾ സംരക്ഷണ സമിതി ഇറങ്ങും എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് പറയാൻ. ശരിക്കും പൊന്നാനി കോളിലെ പ്രവർത്തനങ്ങൾ, കൃഷി പ്രവർത്തനം തുടങ്ങുന്ന ഏത് സമയത്താണ്? മഴക്കാലം അല്ലേ? മഴ കഴിഞ്ഞ് നമ്മൾ ഒരു ഒക്ടോബർ നവംബറോട് കൂടിയിട്ടാണ് നമ്മുടെ കൃഷി പ്രവർത്തനം ആരംഭിക്കുന്നത്. അത് ഏപ്രിൽ മെയ് 15-ാം തീയതി വരെ കൃഷിയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഒരു 6 മാസത്തോളം പാടത്ത് ചേറിലൊക്കെ കിടന്ന് കൃഷി ഇറക്കി ബുദ്ധിമുട്ടി വരുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ആരും നോക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കണ്ടത് ഒരു കാര്യം. അങ്ങയുടെ എത്ര കാലത്തെ പരിചയത്തിനിടയിലേ ഈ കുടിശ്ശിക വരും, പക്ഷെ അതിനുവേണ്ടി സമരം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ നമ്മൾ സമരം ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ വർഷത്തിലാണ് നമ്മൾ സമരത്തിലേക്ക് പോകേണ്ടി വന്നത്. എങ്ങനെയാണ് അടുത്ത ദിവസം മുതൽ അടുത്ത ആഴ്ച മുതൽ പൊന്നാനി കോൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമരങ്ങൾക്ക് കർഷകർ നേതൃത്വം കൊടുക്കും. അതിനകത്ത് വേറെ ആരുമല്ല, കർഷകരാണ് അതിന് നേതൃത്വം കൊടുക്കുക. കർഷകരുടെ സമരമായിട്ട് മാറും. അതിൽ ഇനി പണം കിട്ടുന്നത് വരെയുള്ള സമരമായിരിക്കും. അതൊരു ഈ സാധാരണക്കാരന് അന്നം മുട്ടുന്ന കർഷകൻ തന്നെ അന്നത്തിന് വേണ്ടി കൈനീട്ടുന്ന ഒരു അവസ്ഥ എന്നുള്ളിലേക്ക് എത്തുമ്പോൾ അത് തികച്ചും സർക്കാർ ഇടപെടേണ്ട ഒരു കാര്യം തന്നെയല്ലേ? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തുകൊണ്ടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ കാര്യത്തിൽ ഒരു വിമുഖത എന്നുള്ളത് കർഷകർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇവിടെ പറഞ്ഞ കർഷകരൊക്കെ പറഞ്ഞത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്താണ് ഇതിനൊരു വിമുഖത. ആ വിമുഖത ഉടനടി സർക്കാർ മാറ്റിയേ തീരൂ. ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടുവീഴ്ചയില്ലാതെ നടത്തിക്കൊണ്ടു പോകുന്നുണ്ടല്ലോ. ദൈനംദിന കാര്യങ്ങളൊന്നും മുട്ടില്ലാതെ നടക്കുന്നുണ്ടല്ലോ. പക്ഷേ കർഷകന്റെ കാര്യം വരുമ്പോൾ കർഷകനെ എന്താണ്, കർഷകന് ഔദാര്യം ചോദിച്ചതല്ല.
ഇവിടെ നമ്മുടെ കർഷകർ തന്നെ പറഞ്ഞു, ഞങ്ങൾ കൊടുത്ത നെല്ലിന്റെ പണമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ കൊടുത്ത നെല്ലിന്റെ ഒരു ഉൽപ്പന്നം കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഈ അധികാരത്തിലിരിക്കുന്ന എല്ലാവരും, അത് നമ്മൾ എന്ന രാഷ്ട്രീയം എന്നുള്ളതല്ല, രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുക, അധികാരത്തിലിരിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരാണെങ്കിലും അവര് കാണേണ്ട ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇത് ഇവർക്ക് ഒരു സ്ഥിര വരുമാനമില്ലാത്ത ആളുകളാണ് കർഷകർ എന്ന് പറയുമ്പോൾ. അവരുണ്ടാക്കിയെടുക്കുന്ന ഉൽപ്പന്നത്തിന്റെ വിലയാണ് അവർക്ക് കിട്ടേണ്ടത്. അത് വായ്പ വാങ്ങിയിട്ടാണ് ഭൂരിഭാഗം കർഷകരും ഈ പണിയിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അത് ഉടനടി കൊടുക്കണം. അത് കൊടുക്കാൻ സർക്കാർ സന്നദ്ധമാകാത്ത ഒരു സാഹചര്യത്തിലാണ് കർഷകർ സംഘടിതമായ സമരത്തിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഓരോരുത്തർക്കും 10,000 മുതൽ ലക്ഷങ്ങൾ വരെയാണല്ലോ കിട്ടാനുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് ഈ ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നത്? ഇപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെ വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ഗോൾഡുകളും കാര്യങ്ങളൊക്കെ പണയം വെച്ചിട്ടാണ് ഇപ്പോൾ ഓരോരുത്തരെ ഇങ്ങനെ കൊടുത്ത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ആ ഒരു സംഗതിക്കും പൈസ ഇല്ലാത്ത സ്ഥിതിഗതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവസ്ഥ. തരിശു നിലങ്ങൾ എല്ലാം വയലാക്കണമെന്ന് സർക്കാർ ആഹ്വാനം ചെയ്തിട്ട് നെൽകൃഷിയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരണമെന്നൊക്കെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്രയും വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ട MLA-യോടോ ജനപ്രതിനിധികളോടോ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നോ? എന്താണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു സമീപനമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായത്? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സമീപനം എന്ന് പറഞ്ഞാൽ സർക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് പൈസ തരാണ്ട് അത് കിട്ടാതെ പൈസ തരാൻ പറ്റില്ല എന്നാണ് സർക്കാർ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ സർക്കാരിൻ്റെ ഫണ്ടില്ലാത്തതുകൊണ്ടാണ് തരാത്തത് എന്നും പറഞ്ഞിട്ടാണ് അവർ ഒരു ഒഴിഞ്ഞ മട്ടിൽ സംസാരിക്കുന്നത്. ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഭിക്ഷക്കാരെ കാണാക്കാട്ടിയും കഷ്ടത്തിലാണ് കർഷകരെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സമീപനത്തിലാണ് അവർ ബാങ്ക് ഉദ്യോഗസ്ഥരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രത്യേകിച്ച് പറയുമ്പോഴേ മലപ്പുറത്തിന്റെ ഏറ്റവും വലിയൊരു കോൾ മേഖലയിൽ ഇത്രയും കൃഷിക്കാർക്ക് പൈസ കിട്ടാനുള്ള സാഹചര്യത്തിൽ അടുത്ത വർഷം കൃഷിയെ മൊത്തം ബാധിക്കുന്ന തരത്തിലേക്ക് പോകില്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം ജനറൽ ബോഡി കൂടി ഈ വർഷം തരിശായിട്ട് കെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് എല്ലാ കർഷകരും മുന്നോട്ട് പോകാനുള്ള തീരുമാനം വെച്ചിട്ടുള്ളത്. താങ്കളെ കൂട്ടിയപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. താങ്കളെ കൂട്ടിയപ്പോൾ ഒരു ആശ്വാസമുണ്ട്. അതിപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം പ്രാബല്യത്തിൽ വരില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ എന്നാലും താങ്കളെ കൂട്ടിയാലും വേണ്ടില്ല, നമ്മളുള്ള നെല്ലിന്റെ പൈസ കൊണ്ടുപോയത് കിട്ടിയത് മതി. അതിപ്പോ നിരന്തരം പലിശ ഞങ്ങൾ ഔദാര്യമല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങൾ കൊടുത്ത നെല്ലിന്റെ പൈസയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതും ഒരു ഏക്കർക്ക് ഇപ്രാവശ്യം പകുതി നെല്ലേ കിട്ടിയിട്ടുള്ളൂ. അതിലും ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. എന്നാലും ഞങ്ങൾ ഈ കൊടുത്ത നെല്ലിന്റെ പൈസയാണ് ഞങ്ങൾ സർക്കാരിനോട് ചോദിക്കുന്നത്. അതിനൊരു മറുപടിയും സർക്കാർ നൽകാതെ സർക്കാർ അങ്ങോട്ട് മാറിക്കളിക്കുന്ന ഒരു രൂപമാണ്. കൃഷിക്ക് എന്തെങ്കിലും സപ്പോർട്ട് സർക്കാരിന്റെ ഭാഗത്ത് കിട്ടിയിരുന്നോ ഈ സമയത്ത്, കൃഷി ചെയ്യുന്ന സമയത്ത്? ഈ വർഷം ഞങ്ങൾക്ക് കൃഷിക്ക് യാതൊരു സപ്പോർട്ടും ഇല്ല. ഭയങ്കര ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. കൃഷി ഉദ്യോഗസ്ഥരായാലും ശരി, മറ്റുള്ള ആളുകളായാലും ശരി. ഇപ്പൊ ബാങ്കിൽ പോകുമ്പോഴും ബാങ്കിൽ നിന്ന് ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളോട് ഇങ്ങനെ കൈകൊണ്ട് തട്ടിവിടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് നമ്മൾ കൃഷിഭവനിലും മറ്റുള്ളവരിടത്തും പോയി കഴിഞ്ഞാലും അവിടെ ഇതന്നെ സ്ഥിതി. ഇങ്ങനെയുള്ളൊരു സ്ഥിതിഗതിയിൽ ഞങ്ങൾ പിന്നെ എങ്ങനെ ഇവിടെ കൃഷി ഇറക്കും? അപ്പൊ ഈ പൊന്നാനി മേഖലയിൽ 1500-2000 ഏക്കറോളം സ്ഥലം ഉണ്ടാവും. അതെല്ലാം ഈ വർഷം തരിച്ചിടാനാണ് ഇപ്പോൾ ആഹ്വാനം വന്നിട്ടുള്ളത്. പാടശേഖര സമിതികളും കൂട്ടമായിട്ടുള്ള ആലോചന അതാണ്. പ്രാവശ്യം മൊത്തത്തിൽ തരിശായിട്ട് ഇടാനുള്ള പദ്ധതിയിലാണ് പോകുന്നത്. അടുത്ത തീരുമാനമാവില്ലേ? കടുത്ത തീരുമാനം ആവുന്ന എന്താ കർഷകൻ എന്താ ചെയ്യാ? കർഷകന്റെ എങ്ങനെ ബാധിച്ച ബാധ്യത ഏറ്റെടുക്കുക, എങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഇതൊക്കെ ചെയ്യുക. ഇപ്പോൾ ഒരു സെന്റിന് ₹1 വെച്ചിട്ട് ഇൻഷുറൻസ് ചെയ്യണം എന്ന് പറയും. ഈ ഇൻഷുറൻസ് ചെയ്ത പൈസ പോലും സർക്കാർ തരുന്നില്ല. നമ്മളങ്ങോട്ട് ഇൻഷുർ കെട്ടിയ പൈസയാണ്, അതുപോലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തരാനുള്ള ഒരു നടപടിയില്ല. സർക്കാരിന് സാമ്പത്തിക ബാധ്യതയാണെന്നാണ് പറയുന്നത് അല്ലേ? സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് അറിയാൻ കഴിയുന്നത് ഇങ്ങനെയാണ്, സർക്കാരിന് ബാധ്യതയാണ്, അതുകൊണ്ട് തരാൻ കഴിയുന്നില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന മറുപടി. ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞാലേ പണ്ടങ്ങളൊക്കെ ബാങ്കിൽ പണയം വെച്ചിട്ടിരിക്കുക, അതിന്റെ പലിശ അടച്ച് ഇപ്പൊ മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ ബാങ്കിൽ പലിശ അടയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസത്തിലും മേലെ ഇപ്പൊ ഞങ്ങൾ നെല്ല് കൊണ്ടുപോയിട്ട്, എന്നിട്ട് അതിന്റെ വില ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇനി ഞങ്ങൾ എങ്ങനെ പലിശ അടയ്ക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? ഇനിയിപ്പോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത പൈസ അടയ്ക്കാറായി, 6 മാസത്തിന്റെ ഉള്ളിലാണ് അത് അടയ്ക്കേണ്ടത്. അപ്പൊ ഞങ്ങളിപ്പോ 5 മാസമായി ബാങ്കിൽ നിന്ന് പലിശ എടുത്തു. ആ പൈസ അടയ്ക്കാൻ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളൊരു പിടുത്തമില്ല. അപ്പൊ അതിനും വേണ്ടിയിട്ട് ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഈ പൈസ എങ്ങനെയും എത്തിക്കാനുള്ള ഒരു മാർഗം ഗവൺമെന്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നാടിനെ മുഴുവൻ നാട്ടുകാർക്ക് അന്നമൂട്ടുന്ന കർഷകരാണ് അവർ കൊടുത്ത നെല്ലിന്റെ വിലയ്ക്ക് വേണ്ടി സമരത്തിനിറങ്ങാൻ പോകുന്നത്. ഇത് സാധാരണയുള്ള ഒരു സാഹചര്യമല്ല. പൊന്നാനി കോൾ മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഈ കോൾ മേഖലയുടെ വികസനത്തിന് പലതും പ്രഖ്യാപിച്ച സർക്കാരാണ് ഇപ്പോഴും ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ടും
സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, ഇടപെടൽ ഈ ഒരു മേഖലയ്ക്ക് അനിവാര്യമാണ്. അതല്ലെങ്കിൽ അടുത്ത തവണ പൊന്നാനി കോൾ മേഖലയിൽ തരിശു നിലങ്ങളായിരിക്കും ഏറെയും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ നിന്നും എന്നേക്കുമായി ഈ കർഷകർ പിന്മാറുകയും ചെയ്യും. അതിനെല്ലാം ഉപരി നാട്ടുകാർക്ക് അന്നമൂട്ടാൻ വിധിച്ച അല്ലെങ്കിൽ അന്നമൂട്ടിയ കർഷകർ ഇത്തരത്തിൽ പിച്ചച്ചട്ടി എടുക്കേണ്ടവരല്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടേ തീരൂ. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.